الحمد لله الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ നിയമനിർദ്ദേശങ്ങളും പാലിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഖികളാവാൻ വേണ്ടിയാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തഖികളുടെ പദവി നേടിയെടുക്കുന്ന അല്ലാഹുവിന്റെ സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ദിവസവും കഴിയുമ്പോഴും നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം തഖ്വയുടെ പദവിയിലേക്ക് എത്തിയോ എന്ന പരിശോധനയാണ് അവൻ നടത്തുക. നോമ്പ് ആരംഭിച്ചു, ആദ്യ ആഴ്ച കഴിഞ്ഞു, രണ്ടാം ആഴ്ച കഴിഞ്ഞു, ആദ്യ 10 ദിനങ്ങൾ കഴിഞ്ഞു, രണ്ടാം 10 ദിനം കഴിഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠകരമായ അവസാന നാളുകളിൽ നമ്മളിങ്ങനെ നോമ്പെടുത്തും ഖിയാമുൽ ലൈൽ പങ്കെടുത്തും ഖുർആൻ പാരായണം നടത്തിയും പ്രാർത്ഥിച്ചും ദിക്ർ ദുആകൾ ഏർപ്പെട്ടും ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളിൽ നിന്ന് വലിയൊരു വിഹിതം സദഖ, ദാനധർമ്മം, സക്കാത്തിന് വേണ്ടി മാറ്റിവെച്ചുമൊക്കെ ഈ രാപ്പകലുകളിൽ ഇങ്ങനെ അധ്വാനിക്കാം. നന്മയുടെ വഴിയാണ് രാവും പകലും. നോമ്പ് ദുർബലപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടകന്ന് നിന്ന് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും പ്രതിഫലവും നേടിയെടുക്കണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി ഓരോ സൽക്കർമ്മങ്ങളിൽ മുന്നേറി നമ്മളിങ്ങനെ മത്സരിച്ച് നോമ്പിന്റെ രാപ്പകലുകൾ കഴിച്ചുകൂട്ടി ഇതാ ഇപ്പോ നമ്മൾ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക്, അവസാനത്തെ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഖുർആൻ നോമ്പുകാരിലൂടെ ഉണ്ടായെടുക്കേണ്ട, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കി, അതെന്തിന് എന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ കൈവരിക്കുന്നവരാവാൻ വേണ്ടിയിട്ട്. അതിലൂടെ നിങ്ങൾ തഖ്വ കൈവരിക്കണം.
നോമ്പ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരണം. അല്ലെങ്കിൽ ഇത്രയും കാലം തഖ്വന്റെ അടയാളമായിട്ട് ജീവിതത്തിൽ ഒന്നും കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ കുറച്ച് ശീലങ്ങൾ വേണം. അതുകൊണ്ട് എന്റെ വസ്ത്രധാരണ രീതികളിലൊക്കെ ഇനി ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ തഖ്വന്റെ അടയാളം എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് മിണ്ടാതെങ്ങനെ വെറും ഒരു ആരാധനാനുഷ്ഠാന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് പ്രത്യേകമായ വേഷഭൂഷാദികളൊക്കെ ധരിച്ച് അങ്ങനെ എന്റെ ഭൗതികമായ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് ഒരു മുത്തഖിയുടെ ഒരു മനസ്സ് നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് വരും. ഇതല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം. നിങ്ങൾക്കറിയാം, വലഖദ് വസ്വൈനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വേദഗ്രന്ഥം നൽകുന്ന സന്ദർഭത്തിൽ അള്ളാഹു വസിയത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വേദഗ്രന്ഥം നൽകിയ സമയത്ത് അള്ളാഹുവിന്റെ വസിയത്ത് പ്രകാരം നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വേദഗ്രന്ഥം നൽകി വഇയ്യാക്കും, നിങ്ങളെയും അത് പഠിപ്പിക്കുകയും നിങ്ങൾക്കും ആ വേദഗ്രന്ഥം നൽകുകയും ചെയ്തു. എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും അള്ളാഹുവിന്റെ ഒരു വസിയത്ത് എന്ന നിലക്ക് അള്ളാഹ് കൽപ്പിച്ച കാര്യമാണ് അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇംതിസാലു അവാമിർ വഇജ്തിനാബി നവാഹി, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെ ജീവിക്കുവാനുള്ള കഠിന പരിശ്രമം നടത്തുക. ജീവിതത്തിന്റെ എല്ലാ ഘട്ടം എന്ന് പറയുമ്പോൾ അതിന് ഇന്ന ഭാഗം ഒഴിവ് എന്നില്ല. നിങ്ങളുടെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം, സാമ്പത്തിക ജീവിതം, ധാർമ്മിക ജീവിതം, കുടുംബ ജീവിതം എന്ന് വേണ്ട ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നിട്ടുണ്ട്. ഈ കൽപ്പന കഴിവിന്റെ പരമാവധി പാലിച്ച് പരിശ്രമിക്കുക, ഇത് പാലിക്കുവാനുള്ള പരിശ്രമം നടത്തുക. വജിത്നാബി നവാഹിഹി, ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കുറെ കാര്യങ്ങളുണ്ട്, ഹറാമായ കുറെ കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാർമ്മിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പടച്ച റബ്ബ് നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടകന്ന് നിൽക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കുക. ഇതാണ് തഖ്വയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. തഖ്വയെ കുറിച്ച് പല ആളുകളും പല സ്വഭാവത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖൗഫു മിനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക. വൽ അമലു ബിത്തൻസീൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലാഹുവിനെ ഭയപ്പെടുക. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ധാർമ്മിക ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കുക. മാത്രമല്ല വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ള നിങ്ങളുടെ ഹുദയായ സന്മാർഗ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, ഖുർആൻ അവതീർണമായ റമളാനിൽ എന്തിന് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഖുർആനിന്റെ മാസമാണ് റമളാൻ. ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മർമ്മപ്രധാന മേഖലകളും മുഴുവൻ ഖുർആനായിരിക്കണം അവലംബം. വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകാനുള്ളതാണ്. അള്ളാഹുവിന്റെ ഒരു വിളി മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം. ഓരോ ദിവസം കഴിയുമ്പോഴും അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച പെരുന്നാൾ ആഘോഷിക്കുമെന്നും അതുപോലെ തന്നെ നോമ്പിന്റെ ബാക്കി ദിനരാത്രങ്ങളും കൂടി നോമ്പനുഷ്ഠിക്കാൻ കഴിയുമെന്നും ഖിയാമുൽ ലൈൽ അനുഷ്ഠിക്കാൻ കഴിയുമെന്നും വാഗ്ദാനം നൽകാൻ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഈ ജീവിതത്തെ, ഇഹലോകത്തിന്റെ ജീവിതത്തെ ആർത്തിയുടെ ജീവിതമായിട്ടോ ആഡംബരത്തിന്റെ ജീവിതമായിട്ടോ അതുപോലെ തന്നെ അസന്തുലിതത്വമായ ജീവിതമായിട്ടോ ഭൗതികതയോട് അങ്ങേയറ്റത്തെ ഇഷ്ടം പ്രകടിപ്പിച്ച് ഭൗതിക പ്രേമിയായിട്ട് ജീവിക്കുന്ന തരത്തിലോ ജീവിക്കാതെ അൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, അവസാനത്തെ നിന്റെ ഒരു യാത്രയുണ്ടല്ലോ. എല്ലാവരും കരഞ്ഞ് കണ്ണീരൊലിക്കുന്ന ഒരു സമയമുണ്ട്, നിന്റെ വിടവാങ്ങലിന്റെ സമയം. അവസാനത്തെ ഒരു യാത്ര, തിരിച്ചു വരാത്തൊരു യാത്ര. ഇഹലോകത്തിലെ നിന്റെ എല്ലാ കർമ്മങ്ങളും അടക്കി പൂട്ടുവെച്ച് നിനക്ക് അള്ളാഹുവിലേക്ക് നടത്താനുള്ള ഒരു യാത്രയുണ്ട്, എല്ലാ യാത്രയുമുണ്ട്. ആ യാത്രക്ക് വേണ്ടിയിട്ട് നീ നടത്തുന്ന ഒരു തയ്യാറെടുപ്പുണ്ട്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, നിന്റെ മരണയാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് തഖ്വയെ വിശദീകരിച്ചിട്ടുള്ളത്. ഖുർആൻ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം, ഭൗതികമായി കൊണ്ട് പരലോകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അതുപോലെ തന്നെ മരണയാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൈവരിക്കേണ്ടത് തഖ്വ എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും വലിയ വലിയ കൂർത്ത കല്ലുകളും മുള്ളുകളും നടപ്പാതെ തന്നെ നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ കല്ലും മുള്ളും നിങ്ങളുടെ ശരീരത്തിൽ തറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ, അതിന്റെ പേരാണ് തഖ്വ എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, എന്തിനു വേണ്ടിയിട്ട് റമളാൻ വന്നു എന്ന ചോദ്യത്തിന് 23 നോമ്പ് അനുഷ്ഠിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ചോദിക്കേണ്ടത് ഈ തഖ്വന്റെ ജീവിതത്തിൽ സംഭരിക്കാൻ എനിക്ക് കഴിഞ്ഞോ എന്നുള്ളതാണ്. എന്റെ ഹൃദയത്തോട് ഞാൻ ചോദിക്കണം, ലഅല്ലക്കും തത്തഖൂൻ, ജീവിതത്തിൽ നിങ്ങളുടെ സൂക്ഷ്മത പുലർത്തുന്നിടത്തേക്ക് ഞാൻ എത്ര വിജയിച്ചു, ജീവിതത്തിൽ ഭൗതികതയിൽ നിന്ന് ഞാൻ എത്ര അകന്നു നിന്നു, എന്റെ ജീവിതത്തെ പരലോകത്തിലേക്ക് കൊണ്ട് സമർപ്പിക്കുന്നിടത്തേക്ക് ഞാൻ എത്ര ഉണ്ടായി, എന്റെ ജീവിതത്തിൽ റമളാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ജീവിതം പലപ്പോഴും പൊടിപിടിച്ചുകൊണ്ട് പലപ്പോഴും പ്രയാസകരമായ ഘട്ടമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു റമളാൻ വരുന്നതോടുകൂടി ജീവിതത്തെ ഒന്ന് നന്നാക്കിയെടുക്കണം. 23 ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ റമളാനിന്റെ രാവും പകലും കഴിച്ചുകൂട്ടി, രാവും പകലും എങ്ങനെ കഴിച്ചുകൂട്ടി, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് എനിക്ക് മാർക്കിടുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ നമ്മൾ തന്നെ നിന്നിട്ട് പറയും, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഖുർആൻ പാരായണമൊക്കെ നടത്തിയിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖിയാമുൽ ലൈൽ ഇതാ എന്റെ പള്ളിയിൽ തന്നെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, സാധ്യമാകുന്ന വിധത്തില് സ്വതക്കകളും ദാനധർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. ഇതിൽ സംതൃപ്തരായിട്ട് നിൽക്കുകയാണോ നമ്മൾ? അൽഹംദുലില്ലാ എന്ന സ്വഭാവത്തിൽ സംതൃപ്തരായി നിൽക്കുകയാണോ? ഇത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഖിയാമനാ സുജൂദനാ തിലാവതനാ വസദഖാതിനാ വസായിറ അഅമാലിനാ. അല്ലാഹു എന്റെ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണം. അതേസമയം ഞാൻ ആ കർമ്മങ്ങളെ ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അല്ലാഹുവിൽ നിന്ന് എനിക്ക് അത് സ്വീകരിക്കണം എന്ന് മാത്രമല്ല, ഇതിന് ഞാൻ തൃപ്തനല്ല. ഇനിയും എന്റെ മുന്നിലുള്ള ദിനരാത്രങ്ങളുണ്ട്. ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നല്ല സ്വഭാവത്തിൽ ഞാൻ തന്നെ കഠിനാധ്വാനം ചെയ്തു. റസൂലുള്ളാഹി പറഞ്ഞു, കാന റസൂലുള്ളാഹി ഇദാ ദഖലൽ അശറുൽ ലവാഖി, അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അഹിയൽ ലൈല, വിശ്വാസികളുടെ ഗുണം എന്താണെന്നറിയോ? രാത്രി അവർ ജീവിപ്പിക്കും. രാത്രി ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പുതിയ കാലത്ത് നമ്മൾ പല സ്വഭാവത്തിൽ രാത്രിയെ ജീവിപ്പിക്കും. 2 മണിക്കും 3 മണിക്കും ഒരു പ്രീമിയർ ലീഗ് ഉണ്ട് എന്ന് ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എത്രയും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉറക്കൊഴിവാക്കും. അലാരം വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ എഴുന്നേക്കും. 12 മണിക്കാണ് ഒരു കളി തീരുന്നതെങ്കിൽ അതുവരെ നമ്മൾ ആ രാത്രി നമ്മൾ ഉറങ്ങാതെ കാത്തു നിൽക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോ ജൂൺ ജൂലൈ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആഘോഷമുണ്ട്. അതിനുവേണ്ടി രാത്രിയുടെ സമയങ്ങളിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് അഹിയൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കും. മാത്രമല്ല പല ആളുകളും പറയലുണ്ട്, ഇപ്പൊ രാത്രി ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മൊബൈലുള്ള ഒരു കാലത്ത് രാത്രി എങ്ങനെ ഉറങ്ങാതിരിക്കാം എന്നുള്ളതിന് മൊബൈലുള്ള ഒരു കാലത്ത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അഹിയൽ ലൈല നോമ്പുകാരുടെ പ്രത്യേകതയായിക്കൊണ്ട് അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹിയൽ ലൈല, അവർ രാത്രിയെ ജീവിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? രാത്രിയിൽ ഖുർആൻ പാരായണം നടത്തും, രാത്രിയിൽ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ 23 ദിനരാത്രങ്ങളിൽ കുറച്ചു നേരെങ്കിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇതുപോലെ ഒന്ന് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ തിരക്കുള്ള ആളുകളാണ്, കച്ചവടക്കാരാണ്, നല്ല ബിസിനസ്സുകാരാണ്, പകലിൽ അധ്വാനിക്കുന്നവരാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ രാത്രിയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനിന്റെ അള്ളി മാത്രമുള്ള ഒരു നിമിഷം ഉണ്ടാവുക. എന്നിട്ട് ഞാൻ രാത്രിയിൽ അഹയ്യല്ലയില്ല, രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിക്കും. രണ്ടാമത് പറഞ്ഞ കുടുംബത്തെ വിളിച്ചുണർത്തും. ഞാൻ മാത്രം പോരല്ലോ, അല്ലയോ വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം കേട്ടോ. ഈ മനുഷ്യരും കല്ലും ഒക്കെ ഇന്ധനമായി തീരുന്ന ഈ നരകാഗ്നി ഉണ്ടല്ലോ, ഈ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളൊന്ന് കാത്തുകൊള്ളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാല് റസൂലിന്റെ പ്രിയപത്നി സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അലം യകുനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബഖിയ മിൻ റമളാൻ 10 അയ്യാം, ഈ 10 അവസാനത്തെ 10 ദിനരാത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പ് റസൂലിനെ കാണാത്ത വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ ജീവിപ്പിക്കും. ഞങ്ങളെ കുടുംബത്തെ വിളിച്ചുണർത്തും.
എന്നിട്ട് അന്ന് ഒരു വിധത്തിൽ എഴുന്നേൽക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽപ്പിക്കാതെ വിട്ടുമായിരുന്നില്ല. എല്ലാവരും വിളിച്ചുണർത്തും. എന്നിട്ട് റസൂൽ കൂടെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും നിസ്കരിക്കാൻ വേണ്ടിയിട്ടും കുടുംബത്തെ ആവശ്യപ്പെടും. റസൂലുള്ളാഹി പറയുന്നു, മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേകമായ കാരുണ്യമുണ്ട്. ആ കാരുണ്യം എന്താണെന്നോ, ഖാമ മിനൽ ലൈലി, രാത്രിയിൽ അവൻ നിന്ന് നിസ്കരിക്കും. എന്നിട്ട് നിസ്കരിക്കുമെന്ന് മാത്രമല്ല, ഫസല്ല, എന്നിട്ട് നിന്ന് നിസ്കരിച്ചതിന് ശേഷം ഐഖള ഇംറഅതുഹു, അവന്റെ ഭാര്യയെ അവന് വിളിച്ചുണർത്തും. ഫസല്ലത്ത്, എന്നിട്ട് അവളും നിസ്കരിക്കും. വൈൻ അബത്, ഇനിങ്ങനെ ഉണരാൻ ചിലപ്പം വൈകി കഴിഞ്ഞാൽ, അവളെങ്ങാനും ഉണരാൻ കുറച്ച് മടി കാണിച്ചാൽ, വൈകി കഴിഞ്ഞാൽ, വിസമ്മതിച്ചാൽ, അവളെ മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കുന്നു. സ്വന്തം സഹധർമ്മിണിയെയും കൂടി നമസ്കാരത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും കുളിക്കും. റസൂൽ പഠിപ്പിച്ചതാ. ഒന്നാമെന്ന് പറഞ്ഞ അഹിയൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കും. ഐഖൽ ആഹില, കുടുംബത്തെ വിളിച്ചുണർത്തും. തിരിച്ചു പറയുന്നുണ്ട്, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീക്കും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമുണ്ട്. ഖാമത്ത് മിനൽ ലൈലി, രാത്രിയിൽ അവൾ നിന്ന് അതുപോലെ തന്നെ വസല്ലൈത്ത്, നമസ്കരിച്ചു. വഐഖല റജുലൻ വഐഖല സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചുണർത്തി. ഫസല്ല, എന്നിട്ട് ഈ ഭർത്താവ് എഴുന്നേറ്റു. വൈൻ അബ, ഈ ഭർത്താവ് എങ്ങാനും വിസമ്മതിച്ചു കഴിഞ്ഞാൽ, നളജത് ഫീ സൗജിഹി അൽമാഅ, ഈ ഭാര്യ എന്തെയും ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം തെളിക്കും. അപ്പൊ നമ്മളെ ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം തെറിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അവിടുന്ന് നിസ്കാരത്തിനുള്ള വരല്ല, ആ സമയത്ത് വേറെ എന്തെങ്കിലും പ്രയോഗമായിരിക്കും ഉണ്ടാവുക. പക്ഷെ റസൂൽ അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇതൊന്ന് സങ്കല്പിച്ച് നോക്ക് നിങ്ങൾ. നമ്മൾ രണ്ടുപേരിരുന്നിട്ട്, എടി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, അന്റെ സ്വർഗത്തെ എന്നെ കാക്കണട്ടോ, നരകത്തെ പോകുന്നത് തടുക്കാൻ എനിക്ക് കഴിയില്ലട്ടോ, കരളിന്റെ കഷ്ണമൻ തന്നെയാണ്, മകളാന്ന് വെച്ചിട്ടുള്ള ഔദാര്യം കൊണ്ടൊന്നും സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കൂലട്ടോ ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറയുന്നുണ്ട്, ഭാര്യയോടും പറയുന്നുണ്ട്. റസൂലിന്റെ ഭാര്യയാണെന്ന് വെച്ചുകൊണ്ട് സ്വർഗം നിങ്ങൾക്ക് അങ്ങനെ തരൂല. സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അധ്വാനമുണ്ട്, അതിനുള്ള ഒരു പ്രവർത്തനമുണ്ട്, അള്ളാഹിന് ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ നാളുകൾ അഹിയൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കും. ഐഖൽ ആഹില, കുടുംബത്തെ വിളിച്ചുണർത്തും. വജദ്ദ, എന്നിട്ട് നന്നായിട്ട് പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദർ നമുക്കറിയാം. ഇനി ലൈലത്തുൽ ഖദർ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധത്തിൽ എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് സൂറത്തുൽ ഖദർ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തരുന്നുണ്ട്. ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ലൈലത്തുൽ ഖദർ എന്താന്നുള്ളത്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പവിത്രതയുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താ? ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് ഖുർആൻ അവതീർണമായ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു ശ്രേഷ്ഠത എന്താ? ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസം എന്ന് പറഞ്ഞാൽ കണക്കൂട്ടിയൊക്കെ ഒരു ജീവിതായുസ് ഒരു മനുഷ്യന് കിട്ടുന്നത് ഒരു 80 ആയുസ, 80 വർഷമുള്ള ഒരു കാലാണ്. 83 വർഷം എന്നാണ് ലൈലത്തുൽ ഖദറിന്റെ 1000 മാസത്തെ നമ്മൾ അങ്ങനെ ഗണിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഇപ്പൊ ഒരാള് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഖുർആൻ പാരായണം നടത്തിയാൽ 83 വർഷം അദ്ദേഹം ഖുർആൻ പാരായണം നടത്തിയതിന്റെ പ്രതിഫലം. ഒരാള് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അള്ളാഹിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ ഈ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച തരണം, ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? നമുക്കറിയാലോ, ഒരു മരുഭൂമിയിൽ ഒരു ഒട്ടകം അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അടയാളങ്ങൾ ഉണ്ടാവില്ല. ഒട്ടകം പോയി കഴിഞ്ഞാൽ അതിന്റെ അവിടെ കുഴി ഉണ്ടാവും. ആ കുഴി വന്നിട്ട് പിന്നെ മണ്ണിട്ടിട്ട് മൂടും. അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരു പറമ്പിൽ വീട് വെച്ചിട്ട് 19 വർഷത്തിന് ശേഷം ആ വീടിന്റെ ഒരു അടയാളവും ബാക്കിയില്ലാത്ത വിധത്തിൽ ആ വീട് നമ്മൾ മുഴുവനാക്കിയിട്ട് അടിമുടി വേരോടൊക്കെ തന്നെ വീടില്ലാതാക്കുക. എന്നിട്ട് ഒരു ശൂന്യമായ ഒരു പറമ്പാക്കിയിട്ട് അതിനെ മാറ്റുമല്ലോ. ഇതിനാണ് ശരിക്കും അഫ എന്ന് പറയാം. നമ്മുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ടും പശ്ചാത്താപം നടത്തിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിട്ട് ഇതുപോലെ ആയിരിക്കുന്ന പിന്നെ ആ അടിമയെ കുറിച്ചിട്ട് അള്ളാഹ് ഒരു തെറ്റായ സങ്കല്പം പോലും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമയെ കുറിച്ചിട്ട് വെക്കൂല. എന്റെ മുൻകാലങ്ങൾ മുഴുവൻ മായ്ക്കുന്ന, അയാൾ അക്രമികാരിയായിരുന്നു എന്നും അയാൾ അതിരിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ ഒരു കാര്യവും അടയാളവും സൂക്ഷിക്കാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയെ സ്വീകരിക്കുന്ന. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. വെറുതെ പാട്ട് പാടുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ പോരാ, മനസ്സറിഞ്ഞുകൊണ്ട് വരണം.
അള്ളാഹുവെ നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്ന ആളാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്ന. അള്ളാഹു ഞാൻ വിട്ടുവീഴ്ച അതുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, എനിക്ക് പുറത്തു തരണം, മാപ്പാക്കി തരണം. ഞാൻ ദാ നിന്നോട് വന്നിട്ട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു പ്രാർത്ഥന, വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു പ്രാർത്ഥന. ഇനി മാത്രമല്ല വജദ്ദ, എന്നിട്ട് നന്നായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തു. എന്തൊക്കെയാണോ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുക അത് മുഴുവൻ റസൂൽ ചെയ്തതാണ്. ഖുർആൻ പാരായണം നടത്തുന്നവർ, ഖിയാമുൽ ലൈൽ അനുഷ്ഠിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, സദഖ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, നന്നായിട്ട് ദിക്ർ ദുആയിൽ ഏർപ്പെടുന്നവർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്പനേരം ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വിശ്വാസം. മാത്രമല്ല റസൂല് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരുക്കം നടത്തിയതാണ്. 20 നോമ്പ് പോലെയല്ല റസൂലിന്റെ അടുത്തൊരു 10 നോമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിക്കണം. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ വഖൈറ അമലി ഖവാതിമ വഖൈറ അയ്യാമി യൗമൽ ഖാഖഫി. അല്ലാഹുവേ അവസാനം കൊണ്ടുപോയിട്ട് കൊട മറച്ചു കളയരുത്. ജീവിതത്തിന്റെ 20 നോമ്പ് ഞാൻ കടന്നു വന്ന ഒരു വഴിയുണ്ട്, അതിനേക്കാൾ ഏറ്റവും സജീവതയും ഉന്മേഷവുമുള്ള ദിനരാത്രങ്ങളായിരിക്കും അവസാനത്തിന്റെ ദിനരാത്രങ്ങളും എന്റെ ആഴ്ചകളും. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ. അള്ളാഹു ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ അവസാന ഘട്ടങ്ങളിൽ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ഘട്ടമായിരിക്കണം. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നന്മ ചെയ്തിട്ട് അവസാന സന്ദർഭങ്ങളിൽ നന്മയുടെ വഴിയിൽ നിന്ന് അല്പം തെന്നിമാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ. അള്ളാഹു എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ആയുസ്സിന്റെ അവസാന ഭാഗങ്ങൾ നന്മയാക്കണം. വഖൈറ അമലി ഖവാതിമ. അല്ലാഹുവേ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, എന്റെ ആയുസ്സിൽ ഞാൻ ചെയ്യുന്ന അവസാനത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹു എനിക്ക് നന്മ നിറഞ്ഞതാക്കണം. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹി. അള്ളാഹു എന്റെ ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമാവണം, ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവസാനം വെച്ചിട്ട് ഇനിയിപ്പോ ഒരു ഒരാഴ്ചയല്ലേ, ഇപ്പൊ ഇത്രയും ഞാൻ അധ്വാനിച്ചല്ലോ, ഇനിയിപ്പോ അടുത്തൊരു വെള്ളിയാഴ്ചക്ക് പെരുന്നാൾ ആഘോഷിക്കണം. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെ വേണം? അതിന് ഡ്രസ്സ് എടുക്കണം, പകലിൽ അവിടെ പോകണം, രാത്രിയിലാണ് കുറച്ചുകൂടി നല്ലത്. ടെക്സ്റ്റൈൽസ് തിരക്കൊഴിയ രാത്രിയാണ്, അങ്ങാടിയിൽ തിരക്കൊഴിയ രാത്രിയാണ്. എന്നായിക്കോട്ടെ, നമുക്ക് രാത്രി അങ്ങനെ പോകാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയൊക്കെ ആയല്ലോ, 10-23 ആയപ്പോ തന്നെ ഖുർആനൊക്കെ 30 ജ്യൂസൊക്കെ പാരായണം ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ഞാൻ ഖിയാമുൽ ലൈലൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ എന്തിനാണ് എന്നൊരു മാനസികാവസ്ഥയിൽ നിന്ന് വജദ്ദ, വീണ്ടും വീണ്ടും പരിശ്രമിക്കാം. എന്നെ കുറിച്ചിട്ട് അള്ളാഹ് തൃപ്തനായിട്ടില്ല, നമ്മൾ തന്നെ സ്വയം മാർക്കിടാതെ അൽഹംദുലില്ലാ ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ അങ്ങനെയാണ്, അത്ര ഒരു ഗൗരവത്തിനൊന്നും ഇല്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ കുറിച്ച് തൃപ്തനാകും എന്ന് തന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ മാർക്കിടാതെ ധാരാളം സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിനെ വീണ്ടും വീണ്ടും തൃപ്തിപ്പെടുത്തണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരിക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദ്റിന് ഒറ്റയായ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് നിശ്ചിതമായ ഒരു ദിവസം പഠിപ്പിച്ചിട്ടില്ല. അതേസമയം ലൈലത്തുൽ ഖദ്റിന്റെ ഒറ്റയറ്റ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. നമ്മുടെ മുമ്പിൽ ഇനിയും ഉണ്ട്. അത് സാധ്യമാകുന്ന ആളുകൾ പള്ളിയിൽ തന്നെ ഇഅ്തികാഫിരിക്കുക. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് സന്യാസി മതമല്ല. നിങ്ങൾ നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ അകലം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചടഞ്ഞിരിക്കണം. കേവലം ഒരു ദീനിയായ പ്രാർത്ഥന ദുആകളിൽ മാത്രം ഭൗതികമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടകന്ന് നിങ്ങൾ അങ്ങനെ ചടഞ്ഞിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതേസമയം റമളാനിന്റെ 10 അവസാനത്തെ 10 ദിനരാത്രങ്ങളിലെ ഇഅ്തികാഫുകൾ, ഇതിന്റെ പേരെന്നെ ചടഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഭൗതികമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. എല്ലാ ആനന്ദങ്ങളിൽ നിന്നും നമ്മൾ അകലം പാലിക്കുക എന്നുള്ളതാണ്. എല്ലാ ആഘോഷങ്ങളിൽ നിന്നും അകലം പാലിച്ച് സാധ്യമാകുന്ന വിധത്തിൽ പള്ളിയിൽ തന്നെ വന്ന് ഇരുന്നിട്ട് രാവും പകലും പള്ളിയിൽ തന്നെ ചടഞ്ഞ് അള്ളാഹുവിനെ ആരാധനകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ദിക്റുകളിലൂടെയും ദുആകളിലൂടെയും അള്ളാഹുവിലേക്ക് നമ്മൾ കയറി ചെല്ലുക. അതാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. റസൂലിന്റെ അവസാന കാലത്ത് റസൂൽ നോമ്പ് 15 മുതൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു സമയത്ത് യാത്രക്കുണ്ടായിട്ട് അവസാന സമയത്ത് ഇഅ്തികാഫ് നടത്താൻ പറ്റാത്തതുകൊണ്ട് റസൂൽ തീരുമാനിച്ചു, ഇത്തവണ ഞാൻ 15 നോമ്പ് മുതൽ തന്നെ ഇഅ്തികാഫിൽ പ്രവേശിക്കും എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊന്നും വയസ്സായ ആളുകൾക്ക് പ്രത്യേകം പറഞ്ഞതല്ല കേട്ടോ. റിട്ടയർഡൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ പ്രത്യേകമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പ്രത്യേകിച്ച് സുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നല്ല തിരക്കിന്റെ ഇടയിൽ തന്നെ നമ്മളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ് തകരാൻ സാധ്യതയുണ്ട്. ഷോപ്പ് അടച്ചിടാൻ പാടില്ല. ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ തന്നെ നിരന്തരമായിട്ട് പകലിൽ അധ്വാനിക്കേണ്ടവനാകാം.
ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് തന്നെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, അവരുടെ കുടുംബങ്ങൾ ഇത് ഈ ഫസ്റ്റ് സുഫും പള്ളിയിലെ ഇത്തികാഫും അതുപോലെ തന്നെ ഖിയാമുല്ലയിലും രാത്രിയിലെ 3 മണിന്റെ നമ്മൾ നട്ടിക്കുന്ന ഖിയാമുല്ലയിലും അത് പ്രത്യേകമായിക്കൊണ്ട് ഏതോ വിഭാഗത്തിന് പ്രത്യേകിച്ച് ഏർപ്പാടൊന്നുമില്ലാത്ത, പകലിലൊന്നും ഏർപ്പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്തതല്ല. ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും അടക്കം, കുടുംബത്തിലടക്കം, മക്കളടക്കം എല്ലാവരും ചേർന്നുകൊണ്ട് കുടുംബത്തെയും വിളിച്ചുണർത്തിക്കൊണ്ട്, ഒരുമിച്ച് വന്നുകൊണ്ട്, ഒരുമിച്ച് പള്ളിയിൽ താമസിച്ചുകൊണ്ട്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മഹത്തായ ഒരു ദിനം അതാണ് ലൈലത്തുൽ ഖദ്റിന്റെ ദിനം. ഇതിനേക്കാൾ വലിയ മറ്റൊരു ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. രാത്രിയുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ രാത്രി അത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. ഇത് എന്റെ ഉമ്മത്തിന് മാത്രമുള്ളതാണ്, വേറെ ഉമ്മത്തിന് അത് നൽകിയിട്ടില്ല, എന്റെ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. എന്നിട്ട് അവസാനത്തെ നാളുകളിൽ നമ്മളെ നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുന്നു. മലക്കന്മാരോട് പറഞ്ഞില്ല, പല സന്ദർഭം ഞാൻ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരെ നോക്കിയിട്ട് നിങ്ങളെന്താ ഈ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ? ഭൂമിയിലേക്ക് അവരയക്കുമ്പോൾ രക്തം ചിന്തുന്ന മനുഷ്യന്മാർ, അക്രമിക്കൂട്ടങ്ങളായ മനുഷ്യന്മാർ, തമ്മാടികളായ മനുഷ്യന്മാർ, നോക്കൂ നിങ്ങൾ എന്റെ അടിമകളാണ്. ആ പള്ളിയിലേക്ക് നോക്കൂ, ആ നമസ്കാരത്തിലേക്ക് നോക്കൂ, ആ പ്രാർത്ഥനയിലേക്ക് നോക്കൂ. എന്റെ അടിമകൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, എന്റെ അടിമകൾ എനിക്ക് വേണ്ടിയിട്ട് ശുക്ർ രേഖപ്പെടുത്തുന്നു. ആ ശുക്രിന്റെ ഏറ്റവും വലിയ അടയാളമാണ് രാത്രി ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് എന്റെ അടിമകൾ എനിക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുന്നു. രണ്ട് റക്അത്ത് നമസ്കാരം എന്ന് പറഞ്ഞ അബ്ദു, ഒരു അടിമയുടെ 2 നേരത്തെ നമസ്കാരം ദുനിയാവ് മുഴുവൻ അയാളുടെ കയ്യിൽ വെക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ദുനിയാവും ദുനിയാവിന്റെ മുഴുവനും അയാളുടെ കയ്യിൽ വെക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അനുഷ്ഠിക്കുന്ന 2 റക്അത്ത് നമസ്കാരങ്ങൾ. റസൂൽ പറയാണ്, വലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് കുറച്ച് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ഉമ്മത്തിന്റെ മേൽ അത് ഫർളാക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, രാത്രി കാലങ്ങളിൽ അന്ത്യയാമങ്ങളെ 2 റക്അത്ത് നമസ്കാരം. നിങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ടോ? മാനസികമായ സംഘർഷമുണ്ടോ? ഞാനിങ്ങനെ പലപ്പോഴും തെന്നി സഞ്ചരിക്കുന്നുണ്ടോ? അങ്ങാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിനെ കിട്ടാത്ത അവസ്ഥ ഉണ്ടോ? എന്റെ ജീവിതത്തിൽ ഒരു ബർക്കത്തിന് കുറവുണ്ടോ? എന്റെ പല കാര്യങ്ങൾക്കും എന്തോ എനിക്ക് തന്നെ മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ആ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്നറിയോ? നിങ്ങളെ നിലക്ക് നിർത്തും, നിങ്ങൾക്ക് തഖ്വണ്ടാകും, നിങ്ങളുടെ ഈമാനിൽ ഉറപ്പ് കിട്ടും. ഭൗതികന്മാകുന്നതിന് പകരം അള്ളാന്റെ വഴിയിൽ തന്നെ നിങ്ങളെ പിടിച്ചു നിർത്തും. അതിനുള്ള വഴിയാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളുടെ നമസ്കാരം. പ്രിയപ്പെട്ടവർ, ആ നമസ്കാരം അനുഷ്ഠിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥന, അത് ഉള്ളുന്നത് വരണം. അത് റസൂൽ പഠിപ്പിച്ചത്. 2 തുള്ളിയുണ്ട്, 2 തുള്ളികൾ അള്ളാഹു ഒരിക്കലും തട്ടി മാറ്റില്ല. ഒന്നേതാണെന്നറിയാം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആലോചിച്ചുകൊണ്ട് വിശ്വാസി നടത്തുന്ന ഒരു കരച്ചിലുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ കരച്ചിൽ വരും. ഇല്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്ക് എന്തോ തകരാറുണ്ടെന്നാണ്. എങ്ങനെയാ 10, 40, 50 വർഷം ജീവിച്ച ഒരാളിങ്ങനെ ജീവിതത്തെ ഇങ്ങനെ മൊത്തം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഇങ്ങനെ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവെക്കുകയാണല്ലോ. അത് വെക്കണ സമയത്ത് എന്തായാലും ഒരു പെടച്ചിലുണ്ടാവും. സംഭവിച്ചല്ലോ തെറ്റ്, വീഴ്ച വന്നുപോയല്ലോ, സഞ്ചരിക്കാൻ പാടില്ലാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിച്ചു പോയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധാനത്തിൽ അങ്ങനെ ഒറ്റക്കിരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ ഒഴിഞ്ഞ മനസ്സുമായി കൊണ്ടിരിക്കും. അവന്റെ കണ്ണിൽ നിന്നപ്പോ കണ്ണുനീര് വരും. ഈ കണ്ണുനീര് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി മാറ്റൂല. രണ്ടാമത്തത്, അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ, ജിഹാദിൽ ഏർപ്പെട്ടാൽ, അള്ളാന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങളെ സഹിച്ച്, ത്യാഗങ്ങളെ സഹിച്ച് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ നമുക്ക് വരുന്ന ചില രക്തത്തിന്റെ തുള്ളികളുണ്ട്, അതിൽ സംഭവിക്കുന്ന ചില രക്തത്തുള്ളികളുണ്ട്, അപകടങ്ങളുണ്ട്, അതിലുള്ള രക്തമുണ്ട്. ഈ രക്തത്തുള്ളിയും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി മാറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ഒരു 7-6 ദിനരാത്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി, കഴിഞ്ഞതിനേക്കാൾ ഏറ്റവും മൂല്യമുള്ള ദിനരാത്രങ്ങളാക്കിയിട്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ മാറ്റണം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക, ഇഅ്തികാഫിൽ അനുഷ്ഠിക്കുക, പ്രാർത്ഥിക്കുക. ഖുർആൻ പാരായണത്തിൽ അല്പം ബാക്കിലായിരുന്നുവെങ്കിൽ ഖുർആൻ പാരായണം കൊണ്ട് നമ്മുടെ രാത്രിയെ നമ്മൾ ജീവിപ്പിക്കുക. അതുപോലെ തന്നെ സ്വതക്ക, ദാനധർമ്മങ്ങൾ. ചില ആളുകളൊക്കെ സക്കാത്തിനെ കുറിച്ചിട്ട് ഇപ്പോഴാണ് അതിന്റെ കൃത്യമായ വിവരം തന്നെ കിട്ടുന്നത്. എങ്ങനെയാ സക്കാത്ത് നൽകേണ്ടത്? നമസ്കാരം പോലെ തന്നെ പ്രധാനമാണ് സക്കാത്തും, ഹജ്ജ് പോലെ തന്നെ പ്രധാനമാണ് സക്കാത്തും, നോമ്പ് പോലെ തന്നെ പ്രധാനമാണ് സക്കാത്തും.
റമളാൻ സക്കാത്തിന്റെ മാസമല്ല. അതേസമയം തന്നെ ആളുകൾ സൗകര്യം പ്രമാണിച്ചും പ്രതിഫലം മോഹിച്ചുകൊണ്ടും റമളാൻ സക്കാത്തിന്റെ കാലായിട്ട് പരിഗണിക്കും. ഇപ്പൊ സക്കാത്ത് കണക്ക് നോക്കിയിട്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ട്, സാമ്പത്തിക ജീവിതത്തെ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ട് സക്കാത്ത് കൊടുക്കേണ്ടുന്ന തുക എന്റെ കയ്യിൽ വന്നിട്ടുണ്ടോ, നിസാബ് വന്നിട്ടുണ്ടോ എന്ന് കണ്ടിന്റെ കൃത്യതയോട് കൂട്ടിയിട്ട് കണക്ക് പരിശോധിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് നമ്മുടെ ഔദാര്യമല്ല, മറ്റുള്ളവരുടെ അവകാശമാണ്, നമ്മൾ കൊടുക്കുന്നതല്ല. ഇനി ഒരാൾക്ക് സക്കാത്തില്ല എന്നാൽ പോലും അത്യാവശ്യം സമ്പത്തുണ്ട്, ഇനി സമ്പത്തില്ലെങ്കിലും കുറച്ചും കഷ്ടപ്പാടിലും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളതോടൊപ്പം തന്നെ റമളാനിന്റെ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് ദാനധർമ്മങ്ങളും സ്വതക്കകളും ധാരാളമായിട്ട് കാറ്റടിക്കുന്നത് പോലെ തന്നെ ധാരാളമായിട്ട് ചോദിക്കുന്നവർക്കും ചോദിക്കാവുന്നവർക്കും കൊടുക്കുക. അതുള്ള ദിനരാത്രങ്ങളാക്കിയിട്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ നമ്മൾ മാറ്റുക. നല്ല പോലെ തന്നെ ഒരു ഒരുക്കം റസൂൽ ഇങ്ങനെ അരക്കെട്ട് ഉറക്കിയിട്ട് ഒന്നും കൂടി റസൂൽ ഒരുങ്ങിയതുപോലെ ഒന്നും കൂടി മുറുക്കിയിട്ടുണ്ട്. ഒരു കാര്യകാലത്തിന് നമ്മളോട് ഇറങ്ങുമ്പോണ്ടല്ലോ ഒന്നും കൂടി മുറുക്കിയിട്ട് നമ്മളോട് ഇറങ്ങും എന്നതുപോലെ തന്നെ റസൂലിനെ പഠിച്ചത് അങ്ങനെയാണ്. തന്റെ അരക്കെട്ട് ഒന്നും കൂടിയും അന്നങ്ങട്ട് മുറുക്കിയെടുത്തിട്ട് റസൂൽ അങ്ങട്ട് ബോധയിലേക്ക് ഇറങ്ങുന്നത് പോലെ നമുക്ക് ഈ ലൈലത്തുൽ ഖദറിന്റെ മണ്ണിലേക്ക്, അതുപോലെ തന്നെ ഇത്തിഗാഫിന് വേണ്ടി പ്രാർത്ഥനകളിലൂടെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചിറപ്പ് പരിശുദ്ധ റമളാനിലെ വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ, ബാക്കി ദിനരാത്രങ്ങൾ, അവസാനത്തെ 10 ദിനരാത്രങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങൾ അള്ളാഹു ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയണം. എന്റെ ഇഷ്ടക്കാരിൽ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം തമ്പുരാനെ. പരിശുദ്ധ റമളാനിന്റെ കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ അള്ളാഹു ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹു എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ കാരുണ്യവാനാണ് അള്ളാഹു, നീ പൊറുക്കുന്നവനാണ്, മാപ്പാക്കുന്നവനാണ്. ഞങ്ങളുടെ വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ അള്ളാഹു ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. أقول قولي هذا أستغفر الله لي ولكم ولسائر أجمعين. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ചറപ്പിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പരിശുദ്ധ റമളാനിന്റെ അവസാന നാളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി സമയത്തെ, രാവിലെ, പകലിനെ ഒക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യണം, പരിശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിനരാത്രങ്ങൾ എന്തായിരുന്നോ കുറവുണ്ടായിരുന്നത് അതിനെ പരിഹരിക്കാനുള്ള ദിനരാത്രങ്ങളാക്കിയിട്ട് വരും രാപ്പകലുകൾ നമ്മൾ മാറ്റിയെടുക്കാം. ചില ആളുകൾക്ക് ഖുർആൻ പാരായണത്തിൽ കുറവുണ്ടാവും, സ്വതക്കയിൽ കുറവുണ്ടാവും, അതുപോലെ തന്നെ പള്ളിയിൽ വന്നിരിക്കുന്നതിൽ കുറവുണ്ടാവും. എന്താണോ നമുക്ക് ഓരോരുത്തർക്കും കുറവ് സംഭവിക്കുന്നത് അതിനെ നികത്താനുള്ള ദിനരാത്രങ്ങളാക്കി വരും നാളുകളെ നമ്മൾ മാറ്റിയെടുക്കാം. എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ അറിയാതെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഓർമ്മയിലും ധാരണയിലും അതൊക്കെ ഉണ്ടാകും. ഫിത്ർ സക്കാത്ത് അതിന്റെ ഈദിന്റെ നമസ്കാരത്തിന് മുമ്പായി കൊണ്ട് തന്നെ ജനിച്ച എല്ലാ ആളുകൾക്കും, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്കടക്കം നിർബന്ധമായ ദാനമാണ്. ഒന്ന് നോമ്പിന്റെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ വീഴ്ചകളോ പുറത്തിട്ടുണ്ടെങ്കിൽ അതും, മറ്റൊന്ന് പെരുന്നാളാണല്ലോ. ലോകത്തുള്ള എല്ലാ വിശ്വാസികളും നല്ല സന്തോഷത്തോടു കൂടിയിട്ടും സൗഹൃദങ്ങളോട് കൂടിയിട്ടും അതുപോലെ തന്നെ സമത്വത്തോടു കൂടിയിട്ടും പെരുന്നാൾ ആഘോഷിക്കണം. ഒരാളും അന്ന് പട്ടിണി കിടക്കാൻ പാടില്ല, ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടി ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ആശയമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അത് ശ്രദ്ധയിൽ ഉണ്ടാവണം എന്ന് മാത്രം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്ന ഓരോ ദാനത്തിനും ഇരട്ടി ഇരട്ടി പ്രതിഫലം. നമുക്കതറിയില്ല. പരലോകത്ത് നമ്മൾ ഒരു ദാനം കൊടുത്താൽ അത് വളരും, അത് വളർന്ന് അതിൽ നിന്ന് ധാരാളം നന്മകളാവും. ഇപ്പൊ ചോദിക്കുന്ന ആളുകൾക്കും ചോദിക്കാത്ത ആളുകൾക്കും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടും ഒക്കെ നമ്മുടെ ദാനധർമ്മങ്ങളിൽ നിന്നൊരു വിഹിതം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. പല വിധത്തിൽ, പല സ്വഭാവത്തിൽ നമ്മുടെ നാട്ടില് പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. നിരപരാധികളായ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തെ ജയിൽ തടവറയിൽ കഴിഞ്ഞുകൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ കേസ് ഉണ്ട്, നമുക്കതറിയാം. 2008-2009 കാലങ്ങളിൽ നടന്നൊരു ബാംഗ്ലൂർ കേസാണ്.
17 വർഷമായിട്ട് വിചാരണ തടവുകാരാണ് അതിൽപ്പെട്ട 32ഓളം ആളുകൾ. ഉസ്താദ് അബ്ദുൽ നാസർ മാദിനി അടക്കമുള്ള, പരപ്പനങ്ങാടി സക്കരിയ അടക്കമുള്ള 32ഓളം ആളുകൾ കഴിഞ്ഞ 17 വർഷമായിട്ട് തടവറയിൽ കഴിയുക. അപ്പൊ അതിന്റെ പ്രോസിക്യൂട്ടറുടെ വാദം കഴിഞ്ഞു, അതുപോലെ തന്നെ അവര് നിശ്ചയിച്ച അവരുടെ വക്കീലിന്റെ വാദം കഴിഞ്ഞു. ഇനിയിപ്പോ അതിൽ വിധി ഇങ്ങനെ വരാതിരിക്കാൻ പഠിച്ചോടത്തോളം, നമ്മൾ ആ കേസിൽ ഇടപെട്ടോളം, ജയിൽ വിസിറ്റ് അവരുമായി കൊണ്ട് സംസാരിച്ചോടത്തോളം, മാദിനെ കണ്ടപ്പോഴും സക്കരിയനെ കണ്ടപ്പോഴും ഒക്കെ അത് പൂർണ്ണമായിട്ടും നിരപരാധികളായിരിക്കും എന്നുള്ളിടത്താണ് ആ കേസ് മുഴുവനുള്ളത്. കെട്ടിച്ചമച്ച കേസ്, ഫാബ്രിക്കേറ്റഡ് കേസ്. 17 വർഷമാണ് ജയിലിൽ അവർ കഴിഞ്ഞുകൂടിയത്. 19-ാം വയസ്സുകാരനാകുമ്പോഴാണ് സക്കരിയനെ തിരിഞ്ഞു കൊണ്ടുപോകുന്നത്. മൊബൈൽ ഷോപ്പിൽ, കൊണ്ടോട്ടിയിൽ ഒരു മൊബൈൽ ഷോപ്പിൽ നിൽക്കുമ്പം അന്ന് ബാംഗ്ലൂർ കേസിൽ പൊട്ടിച്ച ബോംബ്, അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സിം കാർഡ് കൊണ്ടോട്ടി മൊബൈൽ ഷോപ്പിൽ നിന്നാണ് കൊണ്ടുപോയത്. അന്ന് അത് എടുത്തു കൊടുത്തത് ഈ 19 വയസ്സുകാരനായ പോളിടെക്നിക്ക് കഴിഞ്ഞ് താൽക്കാലികമായ ഒരു കാലം മൊബൈൽ ഷോപ്പിൽ നിന്ന് ഈ സക്കരിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതിന്റെ പേരിലാണ് അവന്റെ പേരിൽ കുറ്റം ചുമത്തിയത്, UAP ചുമത്തിയത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ സുപ്രീം കോടതി തന്നെ 4 മാസം കൊണ്ട് അതിന്റെ വിധി നടപ്പിലാക്കണം, പുറത്തെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കർണാടക ഹൈക്കോർട്ടാണ് അതിന്റെ കേസ് നടത്തുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ സുപ്രീം കോടതി തന്നെ 4 മാസം ആകുമ്പോഴേക്ക് അതിന്റെ എല്ലാ ജഡ്ജ്മെന്റിലേക്ക് എത്താനുള്ള എല്ലാ വാദവും കഴിഞ്ഞ് ഇനി വിധി വരാനുണ്ട്. അപ്പൊ ആ വിധി വളരെ പെട്ടെന്നാക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യാവകാശ സംഘങ്ങളുണ്ട്. APCR പോലെയുള്ള സംഘമുണ്ട്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പോലെയുള്ള സംഘങ്ങളുണ്ട്. APCR ഇതുപോലെ തന്നെ രാജ്യത്ത് നിരപരാധികളായ ആളുകൾ, നമുക്കറിയാം പാനായിക്കുളം കേസ് ഉണ്ടായിരുന്നു, VAP ചുമത്തിയ കേരളത്തിന്റെ ആദ്യത്തെ കേസാണ്. ഈ കേസിൽ അകപ്പെട്ട ആളുകൾ 8 വർഷത്തിന് ശേഷം പുറത്തിറക്കാൻ, ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന്, സ്വാതന്ത്ര്യ ദിനത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക്, ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യ ദിനത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ത് എന്നതിനെ കുറിച്ചിട്ട് വളരെ ഓപ്പൺ ആയിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും, 6-7 ആളുകളാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒന്ന് അറസ്റ്റ് പോയി. പാനായിക്കുളം കേസ് കേരളത്തിൽ ആദ്യത്തെ UAP കേസ്. 8 വർഷത്തിന് ശേഷമാണ് അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. APCR എന്ന് പറയുന്ന സംവിധാനം, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള APCR എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംവിധാനം. ഇവരാണ് ഇത്തരം കേസുകൾ, കള്ളക്കേസുകൾ, ഫാബ്രിക്കേറ്റഡ് കേസുകൾ, അത് കോടതിയിൽ കൊണ്ടുപോയിട്ട് അതിനുവേണ്ട ഉദ്യോഗസ്ഥരെ വെച്ച്, നിയമപാലകരെ വെച്ച്, ലോയേഴ്സിനെ വെച്ച് അതിന്റെ പല സ്വഭാവത്തിലുള്ള പഠനം നടത്തിയത് വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംവിധാനമാണ്. സാധ്യമാകുന്ന വിധം ഇതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇവർക്ക് നമ്മളെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക പിന്തുണയാണ് ഇവർക്ക് ഇത് നിലനിൽക്കാനുള്ള ഒരു വലിയ പ്രേരണയും പ്രചോദനവും. ഇന്ന് അതിന്റെ ഒരു കണക്ഷൻ നമ്മുടെ പള്ളിയിൽ നടക്കും. സാധ്യമാകുന്ന വിധത്തിൽ അതിനോട് സഹകരിക്കണമെന്നും സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു അതിന്റെ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇറാനെ തടുക്കുന്നതോട് കൂടിയിട്ട് സൈനിസത്തിനും ഇസ്രായേലിനും അമേരിക്കക്കും ഒക്കെ വളരെ പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റുന്ന ഭാഗത്തിലാണ് ബാക്കിയുള്ള GCC ഒക്കെ ഉള്ളത്. അബുദാബി ആയാലും സൗദി ആയാലും ഒക്കെ, നമ്മുടെ ഹറം ഉൾപ്പെടുന്ന സൗദി അടക്കം അങ്ങനെയുള്ളത്. രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് വിശദമായി സംസാരിക്കല്ല, എന്നേക്കാൾ കൂടുതൽ അത് പറയാൻ പറ്റും. അതേസമയം ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഒരു ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇപ്പൊ March 15 എന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ച ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമാണ്. ലോകത്ത് ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമാണ് March 15. നമ്മുടെ ഇന്ത്യ രാജ്യം അതിനെ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ ഇസ്ലാമോഫോബിയ ഒന്നുമില്ല. ഇവിടെ ഈ നോമ്പിന്റെ സമയത്ത് തന്നെ കഴിഞ്ഞ 4 മുസ്ലിങ്ങളെയാണ്, നോമ്പെടുത്ത മുസ്ലിങ്ങളെയാണ് UP-യിലും രാജസ്ഥാനിലും ബീഹാറിലും അടിച്ചു വന്നത്. അവിടെ പറയുന്നത് ഇവിടെ ഇസ്ലാമോഫോബിയ ഇല്ല എന്നുള്ളത്. ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമാണ് March 15. ആർക്കെതിരെ? ആരാ ഇസ്ലാമിനെന്ന് വളരെ അപകടകരമായ സ്വഭാവത്തിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ അതിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, അമേരിക്ക അതിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ദർശനം, മതമല്ല, ആരാധന മാത്രമല്ല, മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നർത്ഥം. ഇതൊരു ഐഡിയോളജിയാണ്. ഇസ്ലാം ഒരു ആശയമാണ്, ഇസ്ലാം ഒരു ഫിലോസഫിയാണ്. ആർക്കെതിരെയുള്ള ഫിലോസഫി? സയനിസ്റ്റിനെതിരെയുള്ള, ഹിന്ദുത്വത്തിനെതിരെയുള്ള, വംശീയതക്കെതിരെയുള്ള, ക്യാപിറ്റലിസത്തിനെതിരെയുള്ള, ഇവിടുത്തെ എല്ലാ മനുഷ്യ വിരുദ്ധ പ്രത്യയ ശാസ്ത്രങ്ങളെയും തച്ച് തകർക്കാനുള്ള അള്ളാന്റെ ഒരു ദാർശനികമായ ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുന്നത് കേവലം മതം, ആരാധന, അനുഷ്ഠാന എന്ന ഒരു മതത്തിനപ്പുറം മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള ശക്തിയും ഇസ്ലാമിനുണ്ട്. ആ ഇസ്ലാമിനെയാണ് ഇന്ന് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. നല്ല ശ്രദ്ധ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റേ ചങ്ങായി എവിടെയാണെന്നൊരു വിവരമൊപ്പമല്ല. മരിച്ചു എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്, മരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് എവിടെ അയാളെ കുറിച്ചിട്ടൊരു വിവരമല്ല.
നമുക്കറിയാം ഇസ്രായേലിന്റെയും സാനിസത്തിന്റെയും ഒക്കെ ഇതിനേക്കാൾ വലിയ മനുഷ്യവിരുദ്ധരായ ഫാസിസ്റ്റുകളെ കൈകാര്യം ചെയ്തതിന്റെ കഥ ഖുറാനിലുണ്ടല്ലോ. എങ്ങനെയാണെന്ന് ഖുറാൻ നമ്മുടെ മുമ്പിൽ വെച്ച് കണ്ടത്. അതിന് സമാനമായിട്ട് തന്നെ പലതും സംഭവിക്കുന്ന ലോകത്ത് പലതും സംഭവിക്കും. അപ്പൊ അതിനുള്ള ശക്തി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രാർത്ഥന ഉള്ളറിഞ്ഞുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇസ്ലാമിന്റെ ശത്രുക്കളെ, ആ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടാൻ, അവരെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കാൻ, അവരെ ചണ്ടി പോലെ തന്നെ ലോകത്തുനിന്ന് പിടിച്ചെറിയാൻ, ഇസ്ലാമിന് ഇസ്സത്ത് ഉണ്ടാവാൻ, ലോകം മുഴുവൻ ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രമായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫലസ്തീൻ നമ്മുടെ വയറ്റിൽ നട്ടത്, അവിടേക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നമ്മൾ കടന്നു ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഉംറക്ക് പെട്ടെന്ന് പോവാം, നിങ്ങൾക്ക് മസ്ജിദ് മദീനയിലേക്ക് പെട്ടെന്ന് പോവാം, മക്കയിൽ പെട്ടെന്ന് പോവാം, മസ്ജിദ് നബവിയിലും മസ്ജിദ് ഹറാമിലേക്കും വളരെ വേഗത്തിൽ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. എന്തേ മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത്? നമ്മളെ വള്ളിയല്ലേ? ആരുടെ കയ്യിൽ? ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാവുന്നത്. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ നാളുകളാണ്. ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കാരണമല്ലാതെ ജയിൽ തടവകളിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ മനുഷ്യ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിലൊക്കെ കടന്നു വരണമെന്നും പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിന്റെ അവസാന നാളുകളിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വരാനിരിക്കുന്ന 7 നോമ്പുകൾ, 6 നോമ്പുകൾ അല്ലാഹുവേ നിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് ഏറ്റവും സജീവമായി കൊണ്ട് ആ നോമ്പിനെ ഉപയോഗപ്പെടുത്തുന്ന ഇഷ്ടക്കാരെ ഞങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിൽ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാ പ്രതിഫലവും അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടാവും, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, പൊറുക്കണേ തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ അല്ലാഹു ഞങ്ങൾക്ക് ശിക്ഷിക്കല്ലേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച നൽകണേ തമ്പുരാനെ. ഇത്തഖും മിനന്നാർ, നരകമോചനത്തിന്റെ ദിനരാത്രങ്ങളിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹു നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹു നരകം വിധിക്കുന്ന നിർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹു നിനക്ക് വേണ്ടി നിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അമലുകൾ അല്ലാഹുവെ കയ്യും മെയ്യും മറന്ന് സ്വതക്ക ദാനധർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു. ഉറക്കം ഒഴിവാക്കി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിന്ന് നമസ്കരിച്ചു. കാല് കടയുന്നത് വരെ അല്ലാഹുവെ നിന്ന് ഞങ്ങൾ നമസ്കരിച്ചു. ഖുർആൻ പാരായണം നടത്തി, ഖുർആൻ പഠിച്ചു. രാവും പകലും ഖുർആനിനനുസരിച്ചു കൊണ്ട് ഞങ്ങൾ ജീവിച്ചു. അല്ലാഹുവെ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവെ, പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയുന്ന വിധത്തിലേക്ക് നീ മാറ്റണേ തമ്പുരാനെ. ഞങ്ങൾ പാരായണം ചെയ്ത ഖുർആനിന്റെ ആയത്തുകൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ശുപാർശകരാകുന്ന ഒരു ദിനം അല്ലാഹുവെ ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, പിശാചിന്റെ ശർറിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. കഴിഞ്ഞ ആഴ്ചയിൽ വരെ ഞങ്ങളോടൊപ്പം ഖുത്ബ നിർവഹിച്ച് കേട്ടിരുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവെ, ഞങ്ങളോടൊപ്പം അനുഷ്ഠിച്ച ആളുകൾ ഞങ്ങളുടെ പരിചയത്തിലുണ്ട്, ചുറ്റുപാടിലുണ്ട്, എന്റെ തന്നെ പരിചയത്തിലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച കുടുംബത്തിന് വീട്ടു തുറക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ അടുക്കളയിൽ നിന്ന് ഒരുക്കിക്കൊണ്ടിരിക്കെ അബദ്ധത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടി. അതിൽ നിന്ന് മുടി കരിഞ്ഞ് ശരീരം തളർന്ന് ഇന്നലെ രാത്രിയോടുകൂടി അള്ളാഹുവിലേക്ക് യാത്ര പോയ ഞങ്ങളൊരു സഹോദരിയുണ്ട് കൊല്ലം ജില്ലയിൽ. അള്ളാഹുവെ, കഴിഞ്ഞ ആഴ്ചയിൽ അവരെ തൊട്ടടുത്ത പള്ളിയിൽ അവർ ജുമാക്ക് പങ്കെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം കുടുംബത്തിലെ ഭർത്താവിനും മക്കൾക്കും 1 വയസ്സ് പ്രായമായ കുട്ടിക്കും നോമ്പ് വിഭവങ്ങൾ ഒരുക്കുന്നതിനിടയിലാണ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ശരീരത്തിലേക്ക് വന്ന് പൊള്ളലേറ്റ് അവർ മരിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടി അവരെ മറവ് ചെയ്തു. അള്ളാഹു അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെയൊക്കെ പരിചയത്തിലുണ്ട് ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ഞങ്ങളുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, ഉമ്മമാർ, ഉപ്പമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങൾക്ക് വേണ്ടവർ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തരുത് തമ്പുരാനെ. ശിഫ നൽകണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അള്ളാഹു, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിൽ നിന്ന് പോയ പ്രിയപ്പെട്ടവർ പലരുടെയും മുഖം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഉപ്പയുടെ, ഉമ്മയുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ ഖബറിടത്തിലാണ്. അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. പ്രവാചകന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, സലഫു സ്വാലിഹീങ്ങളോടൊപ്പം, സച്ചരിതരോടൊപ്പം, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു, ഇസ്ലാമിക ഉമ്മത്തിനെ നീ സഹായിക്കണേ തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവെ ഉമ്മത്തിനെ നീ സഹായിക്കണേ തമ്പുരാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അവരുടെ ശക്തിയെ നീ ദുർബലപ്പെടുത്തണേ തമ്പുരാനെ. അവർക്കിടയിൽ ചിത്രത ഉണ്ടാക്കണേ തമ്പുരാനെ.
അവർക്കിടയിൽ അനൈക്യമുണ്ടാക്കണേ തമ്പുരാനെ. ലോക മുസ്ലിങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة. الله أكبر الله أكبر. أشهد أن لا إله إلا الله، أشهد أن محمد رسول الله. حي على الصلاة حي على الفلاح، قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر، لا إله إلا الله. സഫ് ശരിപ്പെടുത്തി പരമാവധി ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാഹു അക്ബർ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. الله أكبر. سمع الله لمن حمده.
الله أكبر الله أكبر الله أكبر الله أكبر السلام عليكم ورحمة الله. السلام عليكم ورحمة الله.